السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. വേദിയിലുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, ജീവിതത്തിലെ ഏറ്റവും അനുഭൂതിയുള്ള നിമിഷം ഏതാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങളും ഒരുപാട് നേരങ്ങളും പറയാനുണ്ടെങ്കിലും എനിക്ക് മയ്യത്ത് നമസ്കരിക്കേണ്ട നാളെ പരലോകത്ത് നിന്ന് എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയും. ഹൃദയത്തിന്റെ ആത്മാർത്ഥതയും ഉദ്ദേശലക്ഷ്യവും ബോധ്യപ്പെടുത്താൻ ലോകത്തെന്തെങ്കിലും സംവിധാനം ഉണ്ടാകുമായിരുന്നെങ്കിൽ അതെത്ര കോടികൾ ചെലവിട്ടാണെങ്കിലും അത് ഞാൻ നിർവഹിക്കുമായിരുന്നു എന്ന് എനിക്ക് തികച്ചും ഉള്ളറിഞ്ഞു പറയാൻ സാധിക്കും. പരിപാടിയുടെ ലക്ഷ്യവും ഉദ്ദേശവും ഇനിയും വിശദീകരിക്കപ്പെടേണ്ടതില്ല. പോസ്റ്ററിൽ ടൈറ്റിൽ കൊടുത്തപ്പോൾ പലവരും ആലോചിച്ചു എന്ത് ടൈറ്റിൽ കൊടുക്കണം. ഒരാളെയും ആക്രമിക്കാനും ഒരാളെയും മൂലക്കയിരുത്താനുമല്ല പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങാടിയുടെ ചുമരുകളിൽ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരാൾക്കെങ്കിലും ഇതൊരു സംഘമത്സരത്തിന്റെ വേദിയാകാനുള്ള ഇടമാണ് എന്ന് തോന്നരുതേ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് കാര്യങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ കണ്ടു തന്നെ സഖാഫിക്ക് മറുപടി എന്ന് ടൈറ്റിൽ ഇട്ടത്. യഥാർത്ഥത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടത്തൂരിൽ ഇതേപോലെ നടന്ന ഒരു മുഖാമുഖം പരിപാടി, അത് മുതൽക്ക് വെട്ടത്തൂരിലെ സ്വാഭാവികമായ ഇസ്ലാഹി മുന്നേറ്റങ്ങളുടെ നിമിഷങ്ങൾ മനസ്സിലേക്ക് വന്ന സന്ദർഭമാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നിമിഷം വരെയും. പൂർണ്ണമായും ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ബാക്കി എല്ലാ സംഘടനാ ചുറ്റുപാടുകളിൽ നിന്നും കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നും മാറി നിന്ന് ഈ വിഷയത്തിന്റെ ഒരുക്കത്തിലും ഈ വിഷയത്തിന്റെ ക്രമീകരണത്തിലുമായിരുന്നു. ഇവിടെ നടന്ന സംസാരം പൂർണ്ണമായി കേൾക്കാനും ആ സംസാരത്തോടുള്ള കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്താനും ലഭിക്കുന്ന അവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ. അതുകൊണ്ട് എനിക്കെന്റെ ബഹുമാന്യരായ സദസ്സിനോട് പറയാനുള്ളത്, ഈ നാട്ടിലെ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്ന ആളാണ് ഞാൻ എന്താണ് എന്നും എന്റെ വലിപ്പം എന്താണ് എന്നും എന്റെ ഇൽമ് എന്താണ് എന്നും ഒക്കെ വ്യക്തിപരമായി ഏറ്റവും നന്നായി അറിയുക എനിക്കാണ്, എന്റെ റബ്ബിനാണ്. അതുകൊണ്ട് ആരെയും തോൽപ്പിക്കാനും
ആരെയും മൂലക്കയിരുത്താനും അല്ല ഞാൻ ഈ മൈക്കയുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആത്മാർത്ഥമായി പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം എന്നാൽ ചില വിഷയങ്ങളെ ഒരിത്തിരി കണിശമായും ഇത്തിരി ഗൗരവത്തിലും കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതൊരു മറുപടി പ്രസംഗമാകുമ്പോൾ സാധാരണഗതിയിലെ ഒരു വിഷയാവതരണ പ്രസംഗം പോലെ വിഷയങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പറയുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ ഈ CD ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് കൊടുക്കാനാണ്. 2, ഇത് ആദ്യത്തെ ഖണ്ഡനമാണ്. ഇനി ഇതിന് തിരിച്ചും മറുപടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആണ്ടിലൊരിക്കൽ ഒരു മുഖാമുഖം നടത്തി ആ മുഖാമുഖത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ച് അവിടെ വന്ന് കുറെ ബഹളം വെച്ച് പോകുന്നതിന് പകരം വളരെ ശാന്തമായി ഇന്നെന്റെ പ്രസംഗ ആദ്യാവസാനങ്ങളെ ശ്രദ്ധിക്കുക. ഞാൻ ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ തെറി പറയുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം. എനിക്ക് ഇന്ന് തന്നെ ഇസ്തിഗ്ഫാർ നടത്താനാണ്, വേറൊന്നിനല്ല. മതവേദി മാന്യമായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച സംഘടനയാണ് അൽഹംദുലില്ലാഹ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ മുഖാമുഖത്തിന്റെ പുനരവതരണമാണ് ബഹുമാനായ അലവി സഖാഫി ഇവിടെ യഥാർത്ഥത്തിൽ നടത്തിയത്. പെരിന്തൽമണ്ണയിൽ നടത്തിയതും അതായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ കരുവാരക്കുണ്ട് നടത്തിയതും അതായിരുന്നു. എല്ലാ സ്ഥലത്തും പോയി അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഓഫർ തരികയാണ്. അതെന്താന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 2-ാം വാരത്തിൽ ഇതേ വേദിയിൽ ഒരു മുഖാമുഖം നടക്കുന്നുണ്ട്. ആ മുഖാമുഖത്തിലേക്ക് വരേണ്ടത് പണ്ഡിതന്മാരാണ് ചോദിക്കാൻ. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ പണ്ഡിതന്മാർ വരട്ടെ. ഞങ്ങളെ മുഖാമുഖത്തിന് കുറെ ഡിമാൻഡും കുറെ നിബന്ധനയും കുറെ ബാരിക്കേഡൊക്കെ ഉണ്ടാവുന്നതാണ്. ബാരിക്കേഡ് കെട്ടേണ്ട കാലൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വെട്ടത്തൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ബേജാറൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. അതോടൊപ്പം എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളത് പോലീസ് സ്റ്റേഷനിലിട്ടുള്ള കരാറാണ്. ആ കരാർ ആർക്കെങ്കിലും നീട്ടിത്തരാൻ പറ്റും. നേരം വെളുക്കോളാക്കി തരാൻ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ച് പറ്റുമെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഒരു വിഷയമല്ല. ഒരാൾക്ക് തന്നെ ആവർത്തിച്ച് ചോദിക്കാം, ഒരാൾക്ക് തന്നെ എത്ര ചോദ്യവും ചോദിക്കാം. അങ്ങനത്തെ മുഖാമുഖമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരി 2-ാം വാരത്തിൽ. ഫെബ്രുവരി 2-ാം വാരത്തിൽ 13-14 കോഴിക്കോട് മഹത്തായ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനത്തിന്റെ തുടർച്ചയായി ഇൻഷാ അല്ലാഹ് ആ പരിപാടി പ്രഖ്യാപിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഇത് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വൺ സൈഡ് ഒരു റേഡിയോ പ്രഭാഷണം ഒന്നിനും ചോദിക്കാനും പറയുന്ന അവസരമല്ല എന്ന ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അവസരമുണ്ട്. ആ അവസരങ്ങൾ അന്ന് കൃത്യമായി ഉപയോഗിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. ഇപ്പോൾ എന്തിന് ഇങ്ങനൊരു വിഷയാവതരണം വെച്ചോന്ന് ചോദിച്ചാൽ, 4 വർഷങ്ങൾക്ക് മുമ്പും പിന്നീട് അതിന്റെ ശേഷവും ഇപ്പോഴുമൊക്കെ വളരെ ഏകപക്ഷീയമായി ആളില്ലാ പോസ്റ്റിലേക്ക് ഗോളടിച്ചു പോയ ചില കൃത്രിമങ്ങൾ എനിക്കിവിടെ LCD വെച്ച് തെളിയിക്കാനുണ്ട്. എന്താ, ഇവിടുത്തെ ഒരുപാട് ആളുകൾ ഇരുന്ന് ചിരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത ക്ലിപ്പ് ഉസ്താദുമാര് ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തിന്ന് മിമ്പർമെന്ന് പറയുന്ന ഉസ്താദുമാര് രാത്രി ഉറക്കൊഴിച്ചിരുന്ന് മുറിച്ചുണ്ടാക്കിയതാ. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിവിടെ ഞാൻ തെളിയിക്കും. പ്രമാണങ്ങളിൽ കൃത്യമായ വെട്ടിത്തിരുത്തലുകളും കൃത്രിമങ്ങളും നടത്തിയിട്ടുണ്ട്. പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് തെളിയിക്കും. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആർക്കെങ്കിലും കിട്ടുമെങ്കിലും ഒന്ന് നോക്കുക. എത്ര ആയത്ത് മൂപ്പർ ഓതി, എത്ര ഹദീസ് മൂപ്പർ ഓതി, എത്ര ഇബാറത്ത് മൂപ്പർ വായിച്ചു. നിങ്ങൾ പരിശോധിച്ചോളി. നമ്മളെ ഖബർക്ക് പോകുമ്പോ SSF SKSSF KNM MS ഒന്നും ഉണ്ടാവൂല. ഈ കറുത്ത ടാറിട്ട റോഡിലൂടെ ആൾക്കൂട്ടങ്ങൾക്ക് മുന്നിൽ ആടിയുലയുന്ന ശവമഞ്ചത്തിന്റെ പിന്നിൽ ആളുകൾ നമ്മളെ വെട്ടത്തൂർ ജുമാഅത്ത് പള്ളി അങ്കണത്തിൽ കൊണ്ടുപോയി വെക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട്. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഓരോരുത്തരും ഏകന്മാരായി അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ കോടതിയിലേക്ക് എത്തും. അങ്ങനത്തെ ഒരു ദിവസം വരാണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ആശയ പ്രഭാഷണം ഇവിടെ നടക്കുന്നത്. നോക്കിങ്ങള്, ഏത് മുഖാമുഖാണെങ്കിലും ഏത് സംവാദമാണെങ്കിലും ഏത് പരിപാടിയാണെങ്കിലും കുറെ കാലഘട്ടമായി 3-4 കൊല്ലായി കാന്തപുരം വിഭാഗം ഫീൽഡിൽ സജീവമായിട്ടില്ല. കഴിഞ്ഞൊരു 6 മാസമായിട്ടും എല്ലാം സജീവമായിട്ട് വരുന്നുണ്ട്. കാന്തപുരം വിഭാഗം ഫീൽഡിൽ സജീവമായിട്ടില്ല. അത് ഞാൻ പറയാനുള്ള കാരണം, ഈ പരിപാടിക്ക് മറുപടി വേണം. ഞങ്ങളോട് പറഞ്ഞു മുഖാമുഖത്തിന് മറുപടി മുഖാമുഖമാണ്. ശരി, മുഖാമുഖത്തിന് മറുപടി മുഖാമുഖമാണ്, പ്രഖ്യാപിച്ചിരിക്കുന്നു ഫെബ്രുവരി മാസത്തിൽ 2-ാം വാരത്തിൽ. ഇനി ഖണ്ഡനത്തിന് മറുപടി ഖണ്ഡനമാണ്. നിങ്ങളവിടെ കൊണ്ടൊന്ന് വയലോക്ക്. കൃത്യമായിട്ട് തെളിവും പ്രമാണം വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുക. ഇതാ ശാന്തരായി ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് 2 വീട്ടിലേക്ക് റെക്കോർഡ് ചെയ്യാം. എത്തിപ്പെടാത്ത ആളുകൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. 1.5 വട്ടം വെട്ടത്തൂർ പഞ്ചായത്ത് ടോട്ടൽ ഞങ്ങൾ പൂർത്തീകരിച്ചു. വളരെ കുറഞ്ഞ വീടുകൾ അപൂർവമായിട്ട് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാകുന്നു മാത്രം.
ഞങ്ങളെ മെഷീനറി വെച്ചിട്ട് ഞങ്ങൾക്കത് ഇനിയും ചെയ്യാൻ സാധിക്കും. പലവരും കേരളം ടോട്ടൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയണേ, മുഖാമുഖത്തിന് മറുപടി മുഖാമുഖം എന്ന് നിങ്ങൾ പറഞ്ഞതിനൊരു അംഗീകാരം തരണമല്ലോ. ശരി, ഫെബ്രുവരി മാസം 2ാം വാരത്തിൽ മൈക്രോഫോൺ കയ്യിൽ തരും. ആർക്കാണോ ചോദിക്കാനുള്ളത് വന്ന് ചോദിക്കാം, ഒരു പ്രശ്നമല്ല. ശാന്തമായി ബഹളം ഉണ്ടാക്കാതെ ഇരുന്ന് സ്വസ്ഥായിട്ട് ചോദിക്കാം അല്ലെ. പിന്നെന്താ ഇവിടെ സംഘടിപ്പിച്ച മുഖാമുഖത്തിന് ഞങ്ങൾ വന്ന് ചോദിക്കാഞ്ഞു? അതിന്റെ ഉത്തരം കുറച്ചുങ്ങൾ കാത്തിരുന്ന ഞാന് തെളിവ് സഹിതം ചില ക്ലിപ്സൊക്കെ കാണിച്ച് അതിന്റെ കാരണം കൃത്യമായിട്ട് വിശദീകരിച്ചു തരും. എന്തേ വരാത്തത്? ഇവിടുത്തെ മൗലവി മൂപ്പര വീട്ടിലുണ്ട്. മൗലവിന്റെ നാടാ കൂട്ടരെ. മൗലവിന്റെ നാട്ടിൽ മൂപ്പര് വീട്ടിലുണ്ടാവും. ചില ദിവസം ഉണ്ടാവില്ല. അവിടെ വന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. മൗലവി വീട്ടിലുണ്ട്. മൗലവിനെ പിടിച്ചോണ്ടിരേണ്ട കാര്യമൊന്നുമില്ല. മൗലവി വരേണ്ടടത്തൊക്കെ വരും, ചെയ്യേണ്ടതൊക്കെ ചെയ്യും, പറയേണ്ടതൊക്കെ പറയും. മനസ്സിലായില്ലേ? ഈ ജാതി അതൊക്കെ പഴയ സ്റ്റൈലാണ്. ഇപ്പൊ അതൊന്നും ജനങ്ങൾക്ക് താല്പര്യമല്ല. ഇപ്പൊ മൗലവിക്ക് വരണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടൊന്നും വേണ്ടി വരില്ല. ഇത് കുറച്ചും കൂടിയും ടെക്നോളജിക്ക് വികസിച്ച കാലാണ്. അതുകൊണ്ട് ആ പഴയ ഡയലോഗൊക്കെ എടുത്തിട്ട് കിതാബും സുന്നത്തും കൊണ്ടുവന്ന് വിശദീകരിക്കും. മുഖാമുഖത്തിന് മറുപടി മുഖാമുഖ നിങ്ങൾ പറഞ്ഞത് അപ്പടി അംഗീകരിച്ചിരിക്കുന്നു. വന്നോളൂ, നിങ്ങളെ സ്വീകരിക്കാൻ റെഡിയാണ്. ചോദ്യങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കിക്കോളൂ. എന്നാൽ ഗണ്ണനത്തിന് മറുപടി ഗണ്ണനമാണ്. കാന്തപുരം വിഭാഗത്തിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തേ കഴിഞ്ഞ 4 വർഷം ഇവര് ഫീൽഡിൽ ഇല്ലാതിരുന്നു? അതിന്റെ ചില കാരണങ്ങൾ അവലോകനം നടത്തിയിട്ട് പോകെ നമുക്ക്. അല്ലെങ്കിൽ അവരെ കിട്ടൂല. അവരെ കിട്ടണം. ഇവിടെ വെട്ടത്തൂരങ്ങാടിയുടെ ഈ പരിസരത്ത് അവരെ കിട്ടണം. കിട്ടിയാൽ ഒരു 10 റൗണ്ട് അങ്ങോട്ട് നടന്നാൽ മനസ്സിലാകും എന്താണ് കാര്യം, എങ്ങനെയാണ് കാര്യം എന്ന്. അങ്ങനെയാണ് ഓരോ പ്രദേശത്തും മുജാഹിദ് പ്രസ്ഥാനം വളരാറുള്ളത്. എന്താ അറിയോ, മുടി വിവാദം വന്നതോടുകൂടെ കാന്തപുരം വിഭാഗം ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ വളരെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ. ഇനി ഗണ്ണനോ മണ്ണനോ സംവാദമൊന്നും വേണ്ട. കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരാള് ആ സ്വകാര്യം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടോളി. ഇപ്പോ AP വിഭാഗം സമസ്തയുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ അതിന് മറുപടി പറയുന്നത്, സംവാദങ്ങളും ഗണ്ണനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും പ്രശംസിക്കാൻ പറ്റുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുക എന്ന വളരെ ശക്തമായ ഒരു അജണ്ട കൂടി ഇപ്പോൾ അവിടെ നടപ്പാക്കുന്നു എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ഈ സമയത്ത് വളരെ പ്രധാനമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയാൻ കാരണം, AP വിഭാഗം സമസ്തയുടെ മുഖമുദ്രയായി ഇക്കാലം വരെ പഠിപ്പിക്കപ്പെട്ടിരുന്നത് എന്തായിരുന്നു? എല്ലാവർക്കും അറിയാം. സംവാദങ്ങളും ഖണ്ഡനങ്ങളും അതേപോലെ തന്നെ വാദപ്രതിവാദങ്ങളും. ഇത് ചെയ്തുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോ, പക്ഷേ അതിൽ നിന്നുമുള്ള വലിയൊരു പിന്മാറ്റം നമ്മൾ അനുഭവിച്ചു. അത് ഇതിൽ തന്നെ കാണാം. ഈ 4 മണിക്കൂർ മുതലാ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ അല്ലത്. അതൊരു സംഭവമാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബിദായത്തുൽ ഹിദായ വായിച്ചുകൊണ്ട് തർക്കങ്ങളും അതേപോലെ വാദപ്രതിവാദങ്ങളും ശരിയല്ല, ഉപദേശങ്ങൾ മാത്രമാണ് ആവശ്യം എന്ന് പറയുന്നുണ്ട്. ഉപദേശങ്ങൾ മാത്രം മതി എന്നാ തീരുമാനിച്ച്. അലവി സഖാഫിനെ മാത്രം പുറത്തുവിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് മൂപ്പര് മാത്രം മുഖാമുഖം. ഈ പറയുന്ന ഹസനി ഇദ്ദേഹം കാപ്പിൽ വന്നിരുന്നു 1.5 കൊല്ലം മുമ്പ്, 1.5-2 കൊല്ലം മുമ്പ്. അവിടെ വന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിയന്തരമാണ് നടക്കാൻ പോകുന്നത്. എന്താ വിഷയം? മുജാഹിദുകൾ പിളർന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തു, 2002 മുജാഹിദ് പ്രസ്ഥാനം പിളർന്നപ്പോഴും അടിയന്തരം പ്രഖ്യാപിച്ചത് ഞങ്ങള്. അതിന്റെ ശേഷമാണ് കാപ്പിൽ സ്ഥലം വാങ്ങിയത്, വെട്ടത്തൂർ സ്ഥലം വാങ്ങിയത്, കൊളപ്പറമ്പിൽ സ്ഥലം വാങ്ങിയത് ഒക്കെ. അന്ന് അവിടെ നമ്മൾ പറഞ്ഞു, ബഹുമാനായ ഉസ്താദെ, ഈ ഒരു കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും മൂപ്പര് പോകുന്ന പറഞ്ഞത്, കേരളത്തിലെ ആ പഞ്ചായത്ത് മുഴുവൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കൂട്ടത്തുനിന്ന് പോകും. ഇപ്പൊ എങ്ങനെയുണ്ട്? പഴയ പ്രസംഗം റെക്കോർഡ് ചെയ്തത് അന്നത്തെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പരിപാടി വെക്കലേ, അവരൊന്ന് ഇട്ട് കേട്ടുവെക്ക. ഇതിന്റെ ഉള്ളിലെ ഏകദേശം എല്ലാ ചിന്താധാരകളുടെയും ഉള്ളിലെ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനമൊക്കെ സ്വാഭാവികമായും കൂട്ടായ്മകളൊക്കെ ആവുമ്പോ എല്ലാവരുടെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയാണ്, എന്താ വിഷയം എന്ന് വെച്ചാൽ, മുടി വിവാദത്തിൽ കാന്തപുരം വിഭാഗം ഒറ്റപ്പെട്ടുപോയി. ശരീഅത്ത് വിവാദകാലത്ത് മുസ്ലിങ്ങൾ സംഘടിതരായതുപോലെ എല്ലാവരും ഒന്നിച്ചു. കാന്തപുരം വിഭാഗം മാത്രം ഒരു ഭാഗത്ത്. കാന്തപുരം വിഭാഗത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം കാന്തപുരത്തിനെതിരില്ലേ. പിന്നെ അതോടൊപ്പം നിങ്ങൾ കേൾക്കുക, കേരളത്തിലെ മൊത്തം ആളുകൾ ശരീഅത്ത് വിവാദം എന്ന് പറഞ്ഞാൽ എന്താ ഒരുപക്ഷെ ചില ആളുകൾക്ക് അറിയില്ല. ശരീഅത്ത് വിവാദം എന്ന് പറഞ്ഞാൽ മുഹമ്മദീയ നിയമങ്ങൾ എന്ന പേരിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഭാഗമായുള്ള ചില കാര്യങ്ങളിലെ
വിശദാംശങ്ങൾക്ക് വിരുദ്ധമായ ചില വിധി പ്രഖ്യാപനങ്ങൾ സുപ്രീം കോടതിയുടെ അടുത്തുനിന്നുണ്ടായി. സുപ്രീം കോടതിയുടെ ആ വിധി മറികടക്കുന്നതുമായി ബന്ധപ്പെട്ട് വേറെ ഒരു കോടതി ഉണ്ടായിരുന്നില്ല, ഒരു ഫുൾ ബെഞ്ച് ഓർഡർ. അത് മറികടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കേരളത്തിലെ തെരുവുകളിൽ ആയത്തു ഹദീസ് ഉദ്ധരിച്ച് ത്വലാഖുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിലെ വിഷയങ്ങൾ വിശദീകരിക്കപ്പെട്ടു. അവസാനം നമ്മുടെ പാർലമെന്റേറിയനായിരുന്ന GM ബനാത്വാല അദ്ദേഹം ഡൽഹിയിലെ പാർലമെന്റിൽ വളരെ കൃത്യമായൊരു ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് പൂർണ്ണമായും അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ അന്നത്തെ ബഹുമാനനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു, അത് ബനാത്വാലയുടെ മാത്രം ബില്ലല്ല, മുസ്ലിം ന്യൂനപക്ഷ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന മഹായോഗി അദ്ദേഹത്തിന്റെ മാത്രം ബില്ലല്ല, പിന്നെയോ അതെന്റെ സർക്കാരിന്റെ കൂടെ ബില്ലാണ്, അതുകൊണ്ട് അദ്ദേഹം അത് പിൻവലിക്കട്ടെ എന്ന് പറഞ്ഞു. പിൻവലിച്ചു. അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ബില്ലാണെന്ന് പറഞ്ഞ് രാവിലെ 4 മണി വരെ പാർലമെന്റ് വിഷയം പാസ്സാക്കുന്നത് വരെ ചർച്ചയും കാര്യങ്ങളും നടന്നു. ഞാൻ പറയുന്നത് ആ ഒരു രീതിയിലെ ഒറ്റപ്പെടൽ യഥാർത്ഥത്തിൽ കാന്തപുരം വിഭാഗം അനുഭവിച്ചു. മൈക്രോഫോൺ എടുക്കാൻ പറ്റാതെയായി. മുസ്ലിയാക്കന്മാര് വീട്ടിലിരിക്കേണ്ടി വന്നു. അപ്പൊ ഒരു മുസ്ലിയാർ TV-യിൽ ഒരു ചർച്ച കണ്ടു. ആ ചർച്ച എന്താണെന്ന് മൂപ്പര് പറയണതാണ് നല്ലത്. എന്താ ഇതിൽ കുഴപ്പം? അപ്പൊ കാന്തപുരം വലുതായി പോകുമെന്നുള്ളതേ ഇവിടെ ആകത്തുകയുള്ളൂ. തനിച്ച അസൂയ. വെറുതെ പറഞ്ഞതല്ല. 2 ആഴ്ച മുമ്പ് നടന്ന കണ്ടതും കേട്ടതും എന്ന് പറയുന്ന പരിപാടിയില്ലേ ഏഷ്യാനെറ്റില്? അപ്പൊ ചോദിക്കും, മൊയ്ലാർ ഇതും കണ്ടോണ്ടാണോ ഇരിക്കണമെന്ന്? കണ്ടതും കേട്ടതും ഒക്കെ കാണും, കാരണം ഇതേപോലത്തെ വില്ലന്മാരെ പിടിക്കണമെങ്കിൽ. കാന്തപുരത്തെ വിമർശിക്കാൻ 3 മാന്യന്മാരിരിക്കുക. നോക്കണേ അവരുടെ ഉള്ളിലിരിപ്പ്. ഒന്ന് തനിച്ച ജമാഅത്തെ ഇസ്ലാമി, മറ്റേതോ അതിനേക്കാൾ വിഷം ഇപ്പുറത്തെ നമ്മുടെ സുന്നിയുടെ വലിയാരും. 3 പേരുടെ പ്രമേയം എന്താ? കാന്തപുരത്തിനെ തിന്നുക. വിമർശിക്കണമെങ്കിൽ ഇയാൾ ഒറ്റക്കിരുന്ന് വിമർശിക്കട്ടെ. ഇവരെ എന്തിനാ കൂട്ടുപിടിച്ചത്? ഇന്നലെ വരെ അള്ളാന്റെ റസൂലിനെയും സുന്നത്തിയെ മാത്രമേ വിമർശിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചിട്ടാണോ, കമ്പനിയായിട്ടാണോ, ഷെയർ ചെയ്തിട്ടാണോ സുന്നീനെ വിമർശിക്കേണ്ടത്? എന്ത് സുന്നി താല്പര്യാണോ ഇത്? അരിശം നല്ലതാ, പക്ഷേ എല്ലായ്പ്പോഴും അത് നന്നായിക്കൊള്ളുന്നില്ല. മുസ്ലിം സമൂഹം ഒന്നിച്ചു, സംഘടനാ വ്യത്യാസമല്ലാതെ. അല്ലെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ഒരു യോഗ്യത ഉണ്ട്. ഒരേ വേദിയിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നവർ ചില പ്രത്യേക ഘട്ടത്തിൽ ഒന്നിക്കും. മുസ്ലിം യൂത്ത് കോർഡിനേഷൻ എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ. ഇവിടുത്തെ ചില തീവ്രവാദ കൂട്ടായ്മകൾക്കെതിരെയുള്ള ശക്തമായ ചില ശ്രമങ്ങൾ ആ വഴിക്ക് വന്നു. ഞാൻ പറയുന്നത്, ഈ ഒരു മുന്നേറ്റവുമായി മുന്നോട്ട് പോയപ്പോ ഇവര് വീട്ടിലിരിക്കായിരുന്നു. ഇപ്പോ ഒരു ദീർഘമായ 4 കൊല്ലത്തെ റെസ്റ്റിന് ശേഷമാണ് വെട്ടത്തൂര് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. എങ്കിൽ നിങ്ങളെ ക്ഷണിക്കാണ്, സ്വാഗതം ചെയ്യാണ്. നമുക്ക് ആശയം കൊണ്ടൊന്ന് പരസ്പരം മാറ്റുരച്ചു നോക്കാം. ഞാനിവിടെ പറയണതൊക്കെ എണ്ണിട്ട് പറയും. ഈ വിഷയത്തിൽ 5 കാര്യം പറയും, ഈ വിഷയത്തിൽ 3 കാര്യം പറയുന്ന എണ്ണിട്ട് പറയും. എന്തിനറിയോ? സാധാരണക്കാർക്ക് പഠിക്കാനും വിലയിരുത്തുവാനാ. നിങ്ങളെ കയ്യിലുള്ള വോയിസ് റെക്കോർഡർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ ഞാൻ പറയണതൊക്കെ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് കേൾക്കുക. അപ്പൊ മനസ്സിലാകും എന്താണ് വിഷയം, എന്താണ് കോലം, എന്താണ് അവസ്ഥ. നമുക്ക് നമ്മളെ വിലയിരുത്തിയാൽ അറിയാലോ. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും പൂർണ്ണമായി അറിയാത്ത പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. നിസ്കാരത്തിലോതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും അറിയാതെയാണ് സുന്നി മുജാഹിദും ബഹളവും വാശിയിട്ട് സുഹൃത്തുക്കളെ നമ്മൾ പോണത്. അല്ലേ? ഏത് പരിപാടി ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നിസ്കാരത്തിലോതുന്ന സൂറത്തിന്റെ അർത്ഥം കൂടി നമുക്കറിയില്ല, അത്തഹിയ്യാത്തിന്റെ അർത്ഥം പോലും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നോക്കിങ്ങള്, കാന്തപുരം വിഭാഗം പൂർണ്ണമായി ഒറ്റപ്പെട്ടപ്പോ അവരെടുത്ത ചെറിയൊരു പണിയുണ്ട്. ആ പണി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്തിനറിയോ? ഇതേ പണിയാണ് മൊത്തം വിഷയാവതരണത്തിൽ അലവി സഖാഫിയെ പോലുള്ള ആൾക്കാർ ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്താ? മുസ്ലിങ്ങളുടെ മൊത്തം ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോ നേരെ പാണക്കാട് പോയി. പാണക്കാട് പിടിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ. കാരണം എന്താ? ഞങ്ങളെ പോലത്തെ ആളുകളൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ വിചാരപൂർവമായ നേതൃത്വമാണ് ശിഹാബ് തങ്ങൾ മുതൽക്ക് പാണക്കാടുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മീയ നേതാവായി പാണക്കാടിനെയും പാണക്കാട്ടെ തങ്ങന്മാരെയും വിചാരിക്കാത്ത ഞങ്ങൾ തന്നെ, ഞങ്ങളിൽപ്പെട്ട ആളുകൾ പല കക്ഷികളിലും പല വിഭാഗങ്ങളിലും പല പൊളിറ്റിക്കൽ പാർട്ടികളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വികാരപരമല്ലാത്ത വിചാരപരമായൊരു നേതൃത്വമാണ്. എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടെങ്കിലും വികാരം കൊള്ളാത്തൊരു നേതൃത്വമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യും അവിടെ. പിന്നെ അല്ലാത്ത ആളുകൾ അവരെ ആത്മീയ നേതാക്കന്മാരായി അടക്കം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ ഇടയിൽ ഇവരെ ജനങ്ങളെ മൊത്തം പൾസ് കിട്ടണമെങ്കിൽ കാന്തപുരപ്പോ ഒന്ന് ഇവിടെ പോയിട്ടുണ്ട്, എവിടെ പാണക്കാട് പോയിട്ടുണ്ട്, അവിടുന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ വന്നാൽ മുടി വിവാദത്തിൽ നിന്ന് മെല്ലെ ഒന്ന് തലയൂരാം. ഇത് ഫോണൊക്കെ മുടി വിവാദം, യാത്ര ചെയ്യണോടത്തൊക്കെ മുടി വിവാദം, മൊത്തം ഇഷ്യൂസാണ്. ആ ഇഷ്യൂസിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി
പേരോടെടുത്തൊരു ടെക്നിക്ക്, അത് ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോളി. പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആൾക്കാർ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ. പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരത് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടണത്. നോക്ക് പറയണത് നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുരം ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരറിയോ? നിങ്ങള് കാന്തപുരത്ത് നല്ല സൽക്കാരായി കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണത്തിന് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, എല്ലാ മതവിഭാഗങ്ങളുടെ നേതാക്കളെയും, എല്ലാ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിനും ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പറിനെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതലായി ഇതാ സൽക്കാരം. പക്ഷേ BJP ഉൾപ്പെടെ RS എല്ലാ പാർട്ടി, എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ ക്ഷണിച്ച കൂടുതൽ മൂപ്പനും ക്ഷണിച്ചിട്ടുണ്ട്. പോയി ഇതാണ് ഇപ്പൊ സൽക്കാരം, കല്യാണത്തിന് വിളിച്ചു എന്നുള്ളതാണ്. ഇതെന്തിനാ ഞാൻ ഇവിടെ ഇട്ടെന്നറിയോ? ഇത് ഈ ഫോട്ടോ എടുത്തിട്ട് ഒരു ഭാഗത്ത് മാറി ഈ ഫോട്ടോ എടുത്തിട്ട് അത് സ്ക്രീനിൽ ഇട്ടിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടി ആയിരങ്ങൾക്ക് മുമ്പ് തെളിയിക്കാൻ ശ്രമിച്ചത്? ഉള്ളതിന് വിരുദ്ധമായ ഒരു കാര്യം തെളിയിക്കാൻ ശ്രമിച്ചത് അല്ലേ? പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ ക്ലിപ്പ് എനിക്ക് അടുത്തവിടെ ഇടാണ്ട്. എന്താ, എന്റെ പേരിൽ ചില ആളുകൾ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഫ്ലെക്സുകളിൽ വെച്ചിട്ട് ഞാൻ ആ മുടി അംഗീകരിച്ചു എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അത് ശരിയല്ല, അത് ചവറ്റുകൊട്ടയിലേക്ക് എറിയണം എന്നത് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളെ ഹൈദരാലി തങ്ങളെ ക്ലിപ്പ് എനിക്ക് ഇവിടെ ഇടാണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് മുടിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം എനിക്ക് കിട്ടിയാൽ കൃത്യമായി മുടി വിവാദത്തിലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബഹുമാനരായ EK വിഭാഗത്തിലെ ആളുകൾ ആ വിഷയം വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് കാന്തപുരം എവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഏറ്റവും അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നിങ്ങൾ നോക്കി, മുസ്ലിയാക്കന്മാരെടുക്കുന്ന തട്ടിപ്പാണത്. തട്ടിപ്പ് എന്താ? ഒരു ഫോട്ടോ എടുക്കുക, കല്യാണത്തിന് പോയപ്പോ കൊടുത്ത സൽക്കാരത്തെ മൊത്തം എന്താ വിവാദങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇതേ ടെക്നിക്കാണ് മുഖാമുഖത്തിലും അലവി സഖാഫി എടുത്തിട്ടുള്ളത്. അതാണെന്നുള്ളത് നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മനസ്സിലാകും. ഞാൻ വിഷയാധിഷ്ഠിതമായ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. ഇവിടെ പ്രസംഗിച്ച ഒരു മുസ്ലിയാരുട്ടിയിലൂടെ അദ്ദേഹം ആവർത്തിച്ചു, അലവി സഖാഫി ഒക്കെ ആവർത്തിച്ചു പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതെന്താണെന്നറിയോ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ അത് ഖുർആനിലും സുന്നത്തിലൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് നല്ലതായാ മതി എന്നാണ്. നല്ലതായാ മതി, ഖുർആനിലും സുന്നത്തിലൊന്നും അത് ആവശ്യമല്ല എന്നാണ്. ഇതുവരെ എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യമാണ്, പുതിയ വിഷയമൊന്നുമല്ല. അവർ പ്രസംഗിച്ച വോയിസിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു മുസ്ലിയാർ തന്നെ പറഞ്ഞോട്ടെ. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ, രേഖയാകണമെങ്കിൽ, സമ്മതിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബി തങ്ങൾ ചെയ്തോന്ന് ചോദിച്ചു വരുമ്പം ചാടി ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാകൂന്നില്ല. ഒരു കാര്യം സ്വഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല. ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ. അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാം അല്ലാത്തത് ചെയ്യുന്നില്ലേ? ഇതിനാണ് പുറംകളി എന്ന് പറയാം. ഗ്രൗണ്ടിന്റെ പുറത്തുള്ള കളി. ഇപ്പൊ നമ്മൾ കളിക്കണ ഗ്രൗണ്ടിലത്തെ കളിയാ. LCD പോലെയാണോ ഇവിടെ നിൽക്കണ ഏതെങ്കിലും സുന്നി മൗലൂദ് വിചാരിക്കണേ? ആണോ? അതല്ലെങ്കിൽ ജനാസയുടെ പിന്നാലെ പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നു, അത് പറ്റൂലെന്ന് ഞങ്ങൾ പറയുന്നു. കാരണം മുത്ത് റസൂലുള്ളാഹി ജനാസയുടെ പിന്നാലെ പോയപ്പോ ഒരു വട്ടം പോലും അങ്ങനെ ചൊല്ലിയിട്ടില്ല. ഇമാം നബവി തങ്ങളെ പോലത്തെ ആളുകൾ കൃത്യമായി വിഷയം വിശദീകരിച്ചിട്ടുമുണ്ട്.
അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. സലഫുകൾക്ക് അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നില്ല. മൗനം അവലംബിച്ചുകൊണ്ടാണ് പോകേണ്ടത്, സുക്കൂത്താണ് വേണ്ടതെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെയാണോ LCD അല്ലെങ്കിൽ കത്തപ്പുര കെട്ടൽ? അതാണ് പ്രമാണത്തിൽ വേണമെന്ന് പറയുന്നത്. അതുപോലെയാണ് LCD. അപ്പോ സുഹൃത്തുക്കളെ, ഇതാണ് വെട്ടത്തൂരിലെ ഖണ്ഡന പ്രഭാഷണങ്ങളിൽ ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു പോയിന്റ്. എന്താ, ഇവിടെ ഭയങ്കര ഘോരഘോരം പ്രസംഗിച്ച ഈ നാട്ടിലുള്ളൊരു മുസ്ലിയാരിട്ടുണ്ടല്ലോ, കൊണ്ടിരിങ്ങളെ ഉസ്താദുമാരെ അലബി സഖാഫിനെ വിളിച്ചാ കിട്ടുമെങ്കിൽ കൊണ്ടിരിങ്ങള്, എന്നിട്ട് വിശദീകരിപ്പിക്കും. ഞങ്ങൾ നിങ്ങളെ വാദം പൊളിച്ചെടുക്കാൻ പോവുക. എങ്ങനെ? നിങ്ങളെ പോലെ ക്ലിപ്പിട്ടിട്ടല്ല, മുറിച്ച ക്ലിപ്പിട്ടിട്ടല്ല, ആയത്തോതിയിട്ട് ഹദീസ് ഓതിയിട്ട്. അള്ളാന്റെ കിതാബ് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. സൂറത്തു മാഇദ 3-ാമത്തെ ആയത്ത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ പൂർണ്ണമാണ്. അല്ലേ? ഇന്ന് നിങ്ങളുടെ ദീൻ പൂർണ്ണമാണ്. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ പൂർത്തീകരിച്ചിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനിന് ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർണ്ണാണ്, ഇനി അതിലേക്കൊന്നും കൂട്ടേണ്ടതില്ല. ഒന്നുകൂടി, മാ മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നതി ഇല്ലാ വഖദ് അമർതുക്കും ബിഹി വമാ മിൻ ഷൈഇൻ യുബ്ഇദുക്കും അനിന്നാരി ഇല്ലാ വഖദ് നഹൈതുക്കും അൻഹു. നിങ്ങളെ ദീനിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു തന്നു. ദീനിൽ നിന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു തന്നു. ഇനിയോ നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളോ അതും ഞാൻ വിശദീകരിച്ചു. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഒരു പുതിയ അമല് തേടി ഒരു വിശ്വാസി പോകണോ? വേണ്ട 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 എന്ന് ഈ തെളിവുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആയത്ത് ഞാൻ ഉദ്ധരിച്ചു, ഹദീസ് ഞാൻ ഉദ്ധരിച്ചു. ഒരു ഗ്ലാസ് വെള്ളം പോലെ സമ്പൂർണ്ണമാണ് ഇസ്ലാം. അതിലേക്ക് കുറച്ച് ചേർത്താൽ അതിലുള്ളത് പുറത്തു പോകും, അതിൽ നിന്ന് കുറച്ചാലോ ആ കുറവ് കാണുകയും ചെയ്യും. മാത്രമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹരിഹാ ലാ യസീഖു അൻഹാ ഇല്ലാ ഹലികു. എന്താ, നിങ്ങളെ ഞാൻ ഒഴിവാക്കി പോകുന്നത് ഒരുപാട് സംശയമുള്ള ഒരു രീതിയിലല്ല. ഗണ്ണന പ്രസംഗം കേൾക്കുമ്പോ, സംവാദം കേൾക്കുമ്പോ ഒരുപക്ഷെ നമുക്ക് കുറെ സംശയം ഉണ്ടാകും. അവരായത്തുദ്ധരിക്കുന്നു, ഇവരും ആയത്തുദ്ധരിക്കുന്നു, ഞങ്ങൾ എന്താ ചെയ്യാന്നുള്ള സംശയം. ഇസ്ലാം അങ്ങനെ സംശയമുള്ള മാർഗമല്ല. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് തെളിമയാർന്നൊരു പാതയിലാണ്. ലൈലുഹാ കനഹരിഹാ, അതിന്റെ രാവ് പോലും പകല് പോലെ പ്രകാശമാനമാണ്. ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലികു, അതിൽ നിന്ന് വഴിതെറ്റിപ്പോവുക നാശത്തിന് വേണ്ടി സ്വയം തീരുമാനിച്ചവൻ മാത്രാണ്. എന്നിട്ട് എന്തേ നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം? നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ദുആ ചെയ്ത് പഠിച്ചു മുന്നോട്ട് പോയാൽ രാത്രിയിൽ ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രായീലു വമീകാഈൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ലോകമുറങ്ങുന്ന രാത്രി ആയിഷാ ബീവിന്റെ കട്ടിലിന്റെ അപ്പുറത്ത് മുസല്ല വിരിച്ചിട്ട് രാത്രി നിസ്കാരം നിർവഹിച്ചപ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ ദുആയാണ്. ഏത്? രാത്രി നിസ്കാരത്തിൽ. നമുക്ക് റമദാനിൽ മാത്രമേ നിസ്കാരമുള്ളൂ അങ്ങനത്തെ ഒരു നിസ്കാരം, ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തറാവീഹ് എന്ന് പറയുന്നത്. രാത്രി നിസ്കാരത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ പഠിച്ചോക്കെ, അപ്പൊ ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ, ഇസ്ലാമിൽ ഒന്നിനും അവ്യക്തതല്ല, എല്ലാം ക്ലിയർ കട്ടായി സ്വർഗത്ത് പോകേണ്ടതും അല്ലാത്തതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ലതാണ് എന്ന് തീരുമാനാകണമെങ്കിൽ എന്തു വേണം? അതാണ് ശറഇൽ അസ്ലുള്ളതാകണം എന്ന് പറയുന്നത്. ശറഇൽ അസ്ലുള്ളതായാ മതി ബാക്കിയൊക്കെ നടക്കുന്ന. ശറഇൽ അസ്ലുള്ളതാകാ എന്ന് പറഞ്ഞ എന്താ? ഈ കാര്യം ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചതാകണം. എന്നിട്ട് മൂപ്പര് 3-4 തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെ വൺ സൈഡ് പ്രസംഗമല്ല. നിങ്ങൾ പറഞ്ഞത് ഓരോന്നും ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞ് മറുപടി പറയാൻ പോകുക, കേട്ടോളി. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തതും സ്വഹാബത്ത് മാത്രം ചെയ്തതുമായ ചില കാര്യങ്ങൾ അത് ഖുർആനിലും സുന്നത്തിലും ഇല്ലാഞ്ഞിട്ടും അവർ ചെയ്തു. അതിന്റെ ഉദാഹരണം എന്താ? അതിന്റെ ഉദാഹരണം തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തൊരു നല്ല ബിദ്അത്താണ്. അപ്പൊ നല്ല ബിദ്അത്തുണ്ട്. സ്വലാത്തല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ, പ്രാർത്ഥനയല്ലേ, തസ്ബീഹല്ലേ, തഹ്ലീലല്ലേ, അന്നം കൊടുക്കലല്ലേ എന്ന് വിചാരിച്ച് ഖുർആനിലും സുന്നത്തിലും അങ്ങനെ ഇല്ലെങ്കിലും നല്ലതാണ് എന്ന് തോന്നിയാൽ തന്നെ ചെയ്യാം. അതങ്ങളെ വാദം. വെട്ടത്തൂരിലെ ഖണ്ഡന പ്രഭാഷണത്തിലെ ഒരു വിഷയാണത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരും. അടുത്ത തവണ നിങ്ങളെ ഉസ്താദിനെ വിളിച്ചാ കിട്ടുമോ? നിങ്ങൾ കൊണ്ടുവരും. വരൂല, അലവി സഖാഫി വരില്ല. ഞങ്ങൾക്കത് അറിയാം. അറിഞ്ഞോണ്ട് തന്നെ പറയണേ, അലവി സഖാഫിയെ വെട്ടത്തൂരിലേക്ക് ഇനി അടുത്ത 4 കൊല്ലം കഴിഞ്ഞിട്ട് മുഖാമുഖത്തിനല്ലാതെ ഈ വിഷയത്തിലെ മറുപടിക്ക് അദ്ദേഹത്തെ കിട്ടില്ല.
ഞങ്ങൾക്ക് അറിയാം. ഞങ്ങള് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ഇതേപോലെ ബഹുമാനനായ ഫൈസൽ മൗലവി ആവർത്തിച്ചു പറഞ്ഞു, ആ വൈക്ക് കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ, ആ വൈക്ക് കണ്ടിട്ടില്ല. ഇരിക്കട്ടെ, എന്താണെങ്കിലും എന്താണ് ഇവിടുത്തെ വിഷയം? തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിച്ച നമസ്കാരം കണ്ട് അദ്ദേഹം പറഞ്ഞു, നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി, ഇതെന്തൊരു നല്ല ബിദഅത്താണ് അല്ലേ? അങ്ങനെ തന്നെ അർത്ഥം വെക്കുക. ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ഇതിലേതാ പുതിയത്? തറാവീഹ് പുതിയതാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലേ? തറാവീഹ് നമസ്കാരം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലേ? ഉണ്ട്. തറാവീഹ് ജമാഅത്തായി നമസ്കരിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലേ? അതുണ്ട്. പ്രവാചക തിരുമേനി 3 ദിവസം നിസ്കരിച്ചിട്ടുണ്ട്. ഇനി ഒറ്റ ഇമാമിന്റെ നേതൃത്വത്തിൽ ഒന്നിച്ച് നിസ്കരിക്കുക എന്നുള്ളതില്ലേ? അതുണ്ട്. അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ അവിടെ പുതിയതുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രവാചകൻ നിർത്തിവെച്ച ആ കാര്യം പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്തേ പ്രവാചകൻ നിർത്തിവെച്ചത്? അതിന്റെ കാരണം ഹദീസിലുണ്ട്. സ്വഹാബികൾ കൂടി വരികയാണ്, ആവേശം കൂടുകയാണ്. ആദ്യത്തെ ദിവസം ഒരു പ്രത്യേക നിസ്കാരം, ഒരുപാട് ദീർഘതയുള്ള നിസ്കാരം, നമ്മളെ പോലെ അലന്തര കൈഫ് മുതൽക്കുള്ള നിസ്കാരമല്ല. പിന്നെ സൂറത്തുൽ ബഖറ ഒന്നാമത്തെ റക്അത്തിൽ റസൂൽ ഓതി. അപ്പൊ സ്വഹാബത്ത് വിചാരിച്ചു ബഖറ കഴിഞ്ഞ നിൽക്കണ്ടാകും. അത് കഴിഞ്ഞ് ആലു ഇമ്രാൻ ഓതി, അത് കഴിഞ്ഞ് നിസാ ഓതി, അങ്ങനെ നിസ്കരിച്ച്. അങ്ങനത്തെ നിസ്കാരമായപ്പോ സ്വഹാബത്തിന് ആവേശമായി. അപ്പൊ റസൂലുള്ള 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം പള്ളിയിൽ വന്നില്ല. എന്തേ? നിങ്ങൾക്കത് നിർബന്ധമാക്കപ്പെടുമെന്ന് എനിക്ക് പേടിയാനുണ്ട്, നിങ്ങളെ മനസ്സ് അത്രത്തോളം ആവേശത്തിലാ. അന്ന് നിർത്തിയതാ. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അദ്ദേഹം ഉണ്ടായത്. എന്താ? സക്കാത്ത് നിഷേധികൾ ഒരു ഭാഗത്ത്, മുനാഫിക്കുകൾ വേറൊരു ഭാഗത്ത്. അതുകൊണ്ട് അദ്ദേഹം അത് 2ാമത് പുനഃസംഘടിപ്പിച്ചിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലം വന്നു, ഇസ്ലാം പ്രൗഢമായ യാത്ര തുടങ്ങി. അദ്ദേഹം അത് പുനഃസംഘടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി. എന്താ അതിന്റെ അർത്ഥം? ഇതെന്ത് കൗതുകമുള്ള കാര്യമാണ്. ഇവിടുത്തെ ബിദഅത്തിന്റെ അർത്ഥം എന്താ? അത് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരുട്ടിയോ അല്ലെങ്കിൽ അലവി സഖാഫിയോ അല്ല വെക്കണ്ടേ. കിതാബ് എന്നെടുത്ത് അർത്ഥം വെക്കും. കിതാബ് എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഒരുപാട് കിതാബ് അട്ടി വെച്ചാലും പോരാ. അതിനൊന്നും എടുക്കണില്ലല്ലോ. എന്താണ് എടുത്തിട്ട് കിട്ടാത്തത്? എന്താ നിങ്ങൾ വിശദീകരിക്കാത്തത്? നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി എന്നുള്ളിടത്തെ നിഅമത്തുൽ ബിദഅത്തു ഹാദിക്ക് പണ്ഡിതന്മാർ കൊടുത്ത നിർവചനം എന്താണ്? ബിദഅത്തിന്റെ ഭാഷാർത്ഥാണോ അതോ സാങ്കേതിക അർത്ഥാണോ? ഇപ്പൊ നോമ്പിന് സിയാം എന്നതിന് എന്താ? കരിച്ചു കളയുന്നത് എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്താ? പട്ടിണി കിടന്ന് വികാരങ്ങൾ നിയന്ത്രിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുക എന്ന് അർത്ഥമുണ്ട്. ഇതിലെ സിയാമിന് നമ്മൾ വെക്കുന്ന അർത്ഥം എന്താ? നമ്മൾ വെക്കുന്ന അർത്ഥം കൃത്യമായിട്ട് അറിയാം. എന്താ? രാവിലെ മുതൽ രാത്രി വരെയുള്ള സാങ്കേതിക അർത്ഥം അതാണ്. റക്അ എന്ന് പറഞ്ഞാൽ വളഞ്ഞു നിൽക്കാന്നാണ് അർത്ഥം. ഇങ്ങോട്ടെന്നാലും ബാക്കിക്കുന്നാലും ഒക്കെ റക്അ തന്നെയാണ്. പിന്നെ എങ്ങനെ മുന്നിലേക്ക് ഊന്നി പെരടി ഒപ്പിച്ചുള്ള നൃത്തം റക്അ ആകുന്നത്? അതാണ് അതിന്റെ സാങ്കേതിക അർത്ഥം. ഇവിടെ ഇത് ഭാഷാപരമായ ഒരു പ്രയോഗമാണെന്നും എന്തൊരു കൗതുകമുള്ള കാര്യമാണ് ഇതിന്റെ അർത്ഥമാണ് എന്നും പണ്ഡിതന്മാർ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വാദത്തിന്റെ തെളിവ് പൊളിഞ്ഞിരിക്കുന്നു. 2ാമത്തെ വിഷയം എന്താ ഇവിടെ പറഞ്ഞത്? ജംഉൽ ഖുർആനാണ്. ഖുർആന്റെ ക്രോഡീകരണം. റസൂലുള്ളാഹി ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ലല്ലോ. എന്നാൽ സ്വഹാബികൾ പിൽക്കാലത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു ഖുർആൻ ക്രോഡീകരിച്ചില്ലേ? അപ്പൊ പ്രവാചകന്റെ കാലത്തില്ലാത്തത് ചെയ്തില്ലേ എന്നാ? ആരാ പറഞ്ഞ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല? അള്ളയാണ് ഖുർആൻ ക്രോഡീകരിച്ച, റസൂലുള്ളാഹി അല്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. ഖുർആനിനെ ക്രോഡീകരിക്കേണ്ടത് നാമാണ്. പടച്ചോൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. എങ്ങനെ? ആദ്യം ഏത് സൂറത്ത്, പിന്നെ ഏത് സൂറത്ത്, പിന്നെ ഏത് സൂറത്ത്, 1-ാമത്തെ സൂറത്തിലെ ആദ്യത്തെ ആയത്തേത്, അവസാനത്തെ ആയത്തേത്, 10-ാമത്തെ സൂറത്തിലെ 9-ാമത്തെ ആയത്തേത്, 50-ാമത്തെ സൂറത്തിലെ 8-ാമത്തെ ആയത്തേത്, ഇതൊക്കെ പടച്ചോൻ ക്രോഡീകരിച്ചു കൊടുത്തതാ പ്രവാചകന്റെ അടുത്ത്. പിന്നെ എന്തേ സ്വഹാബത്ത് ചെയ്തിട്ടുള്ളൂ? അവര് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചില ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്തു? 2 ചട്ടന്റെ ഉള്ളിലാക്കി. ബാക്കി എല്ലിലും തോലിലും കല്ലിലും ഒക്കെ ആയി. അതിന്റെ ക്രമം ഓർഡർ ഒക്കെ ഇവിടെ ഉണ്ട്. അതിങ്ങനെ മറിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പുതിയ ഓർഡറിലേക്ക് മാറ്റി അല്ലെ? ഇപ്പൊ ആൻഡ്രോയിഡ് ഖുർആൻ ഉണ്ടാക്കി. എന്താ? അങ്ങനെ തോണ്ടിയാ കിട്ടും ഖുർആന്. അപ്പൊ അത് ബിദഅത്താ? യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, ഇവിടെ എന്താണ് ബിദഅത്ത് എന്നത് മനസ്സിലാക്കാത്തതിന്റെ വിഷയമാണ് ഇത്തരം ആളുകൾക്കുള്ളത്. പിന്നെന്താ? റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയണില്ലേ? അതെവിടെ ഉള്ളത് എന്നാ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് സ്വഹാബികളെ കുറിച്ച്. അള്ളാഹു നിങ്ങളെ കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അത് ഞങ്ങൾ എടുത്തു പറയുന്നു. അത് ഞങ്ങളായിട്ട് ആദ്യം തുടങ്ങിയതല്ല. അത് ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട്, മഖ്തൂത്താത്തുകളിലുണ്ട്, കയ്യെഴുത്തു പ്രതികളിലുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ആ ഉള്ളത് അതേപോലെ എടുത്തു പറയുന്നു. അതിലും പുതിയതായി ഒന്നുമില്ല. അതും കാലഘട്ടങ്ങളായി നിരാക്ഷേപം മുസ്ലിം സമുദായം പിന്തുടരുന്നതാ. നിങ്ങൾ നിരാക്ഷേപം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിരാക്ഷേപാണോ? നിങ്ങൾ നിരാക്ഷേപം തുടരുന്നു എന്ന് പറയുന്ന ഏത് കാര്യത്തിനും 400 കൊല്ല പരമാവധി പഴക്കമുള്ളത്.
അല്ലേ? നിരാക്ഷേപം തുടർന്നു പോരുന്ന മൊഹീദ്ദീമാല 450-ാം വാർഷിക ആഘോഷിച്ചിട്ട് 5 കൊല്ലായി. ഇപ്പൊ 455 കൊല്ലായി. ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ആദർശത്തിന്റെ കാര്യത്തിൽ കണിശ. അതെന്താ ആദർശം? അദ്ദേഹം നിരീശ്വരവാദിയാണ്. ഒരു മതവേദിയിലും പോയി ഒരാളെ അദ്ദേഹം തൃപ്തിപ്പെടുത്തലില്ല. അതൊരു പോസിറ്റീവാ. ആളുകൾക്ക് പല നെഗറ്റീവ് ഉണ്ടാകും. നെഗറ്റീവുകൾ വിലയിരുത്തേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല. ഉദ്ഘാടനം ചെയ്യാന്നുള്ള സൂട്ടബിൾ പേഴ്സണാണ് കിട്ടിയത്, അനുയോജ്യനായ ആളെ. അതിൽ സംശയമൊന്നുമില്ല. എത്ര 455 കൊല്ല പഴക്കമുള്ള. പിന്നെ അവിടുന്ന് 1000 കൊല്ലം അപ്പുറത്ത് കണ്ടുകൂട്ടരെ. നിരാക്ഷേപം എന്ന് പറയണമെങ്കിൽ അവിടെയും കൂടി ഉണ്ടാവണം. ഇല്ല. പിന്നെ തസ്ബീത്താണ് അടുത്ത്. തസ്ബീത്ത് ഇവിടെ ഉന്നയിച്ച വിഷയം അതാ. തസ്ബീത്ത് അള്ളാഹുന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരിച്ച വ്യക്തിക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണം. കാരണം അയാളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മണ്ണിട്ട് മൂടിയാൽ ഉടനെ 2 മലക്കുകൾ വരും. അയാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതാണ് ഫിത്നത്തുൽ ഖബർ. ആ ഫിത്നത്തുൽ ഖബറിനെ സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാലിനെക്കാളും വലിയ ഫിത്നയാണത്. ഖബറും പുറത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കുള്ള മനസ്സാണത്. ദജ്ജാൽ വന്ന് കുറെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ആളുകളെ മാറ്റാൻ നോക്കും. അവന് പിന്നെ എന്താ പറയാ, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കും, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെ കാണിക്കും. എന്നിട്ടും പിടിച്ചു നിൽക്കുന്ന ഒരു സംഘം വിശ്വാസികൾ ഉണ്ടാകും. അവരിൽപ്പെട്ട ഒരാളെ പിടിച്ചിട്ട് നടുക്ക പിടിച്ചിട്ട് 2 കഷ്ണാക്കിയിട്ട് വലിച്ചെറി. അപ്പോൾ അവർ ഉറച്ചു നിൽക്കും. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുള്ള കുറെ പരിഹാരങ്ങൾ ഹദീസിലുണ്ട്. സൂറത്തു കഹ്ഫിന്റെ ആദ്യത്തെ 10 വാചകങ്ങൾ നിരന്തരം ഓതുന്ന ആളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. നമുക്ക് ആ സുന്നത്ത് നടപ്പിലാക്കാം. മനസ്സിലായില്ലേ? ഞങ്ങളെ പ്രസംഗത്തിൽ നിന്ന് ഇങ്ങനത്തതൊക്കെ കിട്ടുക. അല്ലാതെ മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറെ മുറിച്ച സാധനം അല്ല കിട്ടുക. നിങ്ങൾ അവസാനം വരെ ഇരുന്നോളി, അത്രേ കിട്ടുള്ളൂ. വേറെ ഒന്നും ഒരു വ്യക്തിയെയും ഹറാസ് ചെയ്യണം ഒന്നും ഇവിടുന്ന് കിട്ടൂല. പടച്ചോനുള്ള തൗഫീഖ് തരട്ടെ. എന്നും ആ മനസ്സ് നമുക്ക് എല്ലാവർക്കും നിലനിർത്തി തരട്ടെ. പറഞ്ഞതിന്റെ അർത്ഥത്തിലുള്ളൂ, ഈ തസ്ബീത്ത് നമ്മൾ ചോദിക്കണത് അങ്ങനെയാണ്. എങ്ങനെ? അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആലിന് 2 വട്ടം പറഞ്ഞ് പിരിഞ്ഞു പോകല്ല. ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ തൊലി ഉരിഞ്ഞ് ആ മാംസം അത് കഷ്ണമാക്കി അത് വിതരണം ചെയ്യണ സമയം അപ്പൊ കുറെ നേരം വെയിലും കൊണ്ട് നിൽക്കണം. 1 കോടി ഉറുപ്പ്യങ്ങൾ കൊടുത്തു, ഒരു ദുആയും കൊടുത്തു. ഇപ്പൊ ഇയാൾക്ക് വേണ്ടത് ആ ദുആയാണ്. അങ്ങനെ ചെയ്യേണ്ട സുന്നത്താണ്. അതിൽ ചൊല്ലണ അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ ഏത് ഹദീസിന്റെ കിതാബിലുള്ളത്? ഒരു ഹദീസിന്റെ കിതാബിലില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ബിദ്അത്താണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യണില്ല. ആ വാചകം വേണമെങ്കിൽ മാറ്റിച്ചെല്ലാം. പിന്നെന്തേ ആ വാചകം ഉപയോഗിക്കുന്നത്? ഇമ്മത്തിൽപ്പെട്ട പലരും ആ വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു. ഇനി അതല്ല, ഒരാൾക്ക് തോന്നുന്നു വേറെ വാചകം ഉപയോഗിക്കുക, അത് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടൊന്നും നിങ്ങളെ വാദം തെളിയില്ല. ഇവർ ഇതൊക്കെ സമർത്ഥിക്കണം എന്തിനറിയോ? മറ്റേ ആ മുടിയും അപ്പുറത്തെ ആ ചട്ടിയും ഇപ്പുറത്തെ ആ പൊടിയും അതൊക്കെ കൊണ്ട് കയറ്റണം ഇസ്ലാമിക്ക്. അതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടാകണം എന്നില്ല. പിന്നെ പ്രവാചകനെ കുറിച്ച് കള്ളക്കഥകളുള്ള മൗലൂദും കൊണ്ട് കയറ്റണം. മൗലൂദ് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? 10 പോയിന്റ് വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് മൗലൂദ് ഞങ്ങൾ എടുക്കണില്ല? ആദ്യം 10 പോയിന്റ്, അടുത്ത ഗണനത്തിൽ അടുത്ത 10 പോയിന്റ്, അതിന്റെ അടുത്ത ഗണനത്തിൽ അതിന്റെ അടുത്ത 10 പോയിന്റ്, അങ്ങനെ വിശദീകരിക്കാൻ നമുക്ക് എന്തിനാ ബേജാറാണ്? മൈക്രോഫോൺ ആർക്കും വാടകയ്ക്ക് കിട്ടും, സ്വസ്ഥമായിട്ട് നിന്ന് കേൾക്കാൻ ജനം തയ്യാറുമാണ്. പിന്നെന്താ ബേജാറ്? നിങ്ങൾ കേട്ടോളിയും കൃത്യമായിട്ട്. ഇനി ഞാൻ ഇവിടെ ഒരു 11 പോയിന്റ് പറയുന്നുണ്ട്. മുസ്ലിയാരെ വാദം പൊളിക്കാൻ ഒരു 11 പോയിന്റ്. എന്താ? ഒരു കാര്യം നല്ലതല്ലേ, അത് അന്നം കൊടുക്കലല്ലേ, അത് നല്ലൊരു, അങ്ങനെയാണ് പൊതുജനം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ ഉസ്താദുമാരിങ്ങനെ പഠിപ്പിക്കണോണ്ട് എന്തിനാണ് ഇവര് 3-ന്റെ അന്നത്തെ ഏർപ്പാടിനെ എതിർക്കണത്? 40-ന്റെ അന്നത്തെ ആണ്ടിനെ എതിർക്കണത്? നേർച്ചന് എന്തിനാ അവർ എതിർക്കണത്? അതൊക്കെ അന്നം കൊടുക്കലല്ലേ, നല്ല കാര്യല്ലേ? എനിക്കതിലൊന്നും വിശ്വാസമല്ല. ഞാൻ പാവങ്ങൾക്ക് ഭക്ഷണേ കൊടുക്കണുള്ളൂന്നാ. സുഹൃത്തുക്കളെ, ആ വാദം തെറ്റാണ് എന്ന് ഞാൻ സമർത്ഥിക്കുന്നു. ഞാൻ ഉദ്ധരിക്കുന്നത് ആയത്താണ്, ഹദീസാണ്, അഇമ്മത്തിന്റെ അഭിപ്രായങ്ങളാണ്. അതേ എനിക്ക് പറയാനുള്ളൂ, എന്റേതായിട്ടൊന്നും പറയല്ല. وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدون. ഖുർആൻ 21-ാമത്തെ സൂറത്തിലെ 73-ാമത്തെ ആയത്ത്. എന്താ അവിടെ? അമ്പിയാക്കൾക്ക് പോലും അവരുടെ ഇഷ്ടപ്രകാരം ഇസ്ലാമിൽ ആരാധനകളും ഇബാദത്തുകളും ഉണ്ടാക്കാൻ റബ്ബ് അനുവാദം കൊടുത്തിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അവരെ നമ്മൾ നേതാക്കന്മാരാക്കി,
ഉത്തരവാദിത്തമുള്ളവരാക്കി. യഹുദൂന അവര് നയിക്കുന്നു, അവര് മാർഗം ഉൾക്കൊള്ളുന്നു. ബി അംരിന നമ്മുടെ കൽപ്പനപ്രകാരം. വൗഹൈന ഇലൈഹിം അവർക്ക് നാം വഹ്യു കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലോ അവരെന്ത് ചെയ്യുന്നു? ഫഅലുൽ ഖൈറാത്ത് അവർ നന്മകൾ ചെയ്യുന്നു. വഇഖാമിസ് സ്വലാത്ത് നിസ്കാരം നിർത്തുന്നു. വഇതാഇസ് സകാത്ത് സകാത്ത് അവർ കൊടുക്കുന്നു. വകാനൂ ലനാ ആബിദൂൻ അവർ നമുക്ക് ഇബാദത്ത് എടുക്കുന്നു. അപ്പോ ഇസ്ലാമികമായി ഒരു കാര്യമാണ് നിങ്ങൾ പറയണതെങ്കിൽ എന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനാണോ പറയുന്നത്, ആ ദീന് കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി വഹയിന്റെ അടിസ്ഥാനത്തിലേ പറഞ്ഞിട്ടുള്ളൂ, വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിച്ചു, ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹയി. ഞങ്ങളെ ആശയം തെളിയിക്കാൻ കെട്ടുകണക്കിന് ആയത്താ ഖുർആനിലെ. മുസ്ലിയാരുട്ടിക്കും കൂടെ വന്ന ബഹുമാനനായ അലവി സഖാഫിക്കും ആരെ കഷ്ണം ഉദ്ധരിക്കാൻ പറ്റൂല. ആ ആത്മവിശ്വാസമാണ് ഞങ്ങളെ ആവേശത്തിന്റെ കാരണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ആത്മവിശ്വാസാണ്. ആയത്തുകൾ കെട്ടുകണക്കിന് വെക്കാണ്ട്. എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹിനെ കൊണ്ട് റസൂലിനെ കൊണ്ട് പറയിപ്പിക്കാണ്. ഖുൽ നബിയെ അങ്ങ് പറയുക, ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹയി. ദീന് ഞാൻ നിങ്ങളെ ഉപദേശിക്ക വഹയുണ്ടാ. എന്നാ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ഈത്തപ്പന കുലകൾ തമ്മിൽ പരാഗണം നടത്തുന്ന കണ്ടപ്പോ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എവിടെ? മരത്തിന്റെ താഴെ നിന്നിട്ടേ. അപ്പൊ സ്വഹാബികള് വേണ്ടാന്ന് വെച്ചു പോയി. വിളവ് കുറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പഴം കുറഞ്ഞപ്പോ പറഞ്ഞു, അൻതും അലമു ബി ഉമൂരി ദുനിയാക്കും. നിങ്ങളെ ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. അഥവാ ദുനിയാവ് വേറെയാണ്, ദീന് വേറെയാണ്. ഇനി ദീനിൽ പ്രവാചകൻ വല്ലതും കലർത്തി കൂട്ടിയാലോ? വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പഠിപ്പിക്കാത്ത വല്ലതും ദീനായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഖണ്ഡനാടിക്ക് പിടിച്ച് ഛേദിച്ചു കളയുന്ന അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ദീന് അള്ളാഹ് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ദീന് അള്ളാഹു എന്റെ റസൂല് പഠിപ്പിക്കാത്തത് വന്നാലോ? അതാണ് ഫൈന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വ ഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ് യഥാർത്ഥമായ വഴി. വകുല്ലു ബിദ്അത്തിൻ ദലാലഹ് എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ ബിദ്അത്തും വഴികേടാണ്. ഇനി നിങ്ങൾ കേട്ടോ, ഞാൻ ചില സംഭവങ്ങളിലേക്ക് കടക്കുകയാണ്. എന്താ മർമ്മം? നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അത് ചെയ്തില്ല. വഹയി കാത്തിരുന്നു, അള്ളാന്റെ നിർദ്ദേശം കാത്തിരുന്നു. ഒന്ന്, ഖിബില മാറ്റം. ഖിബില ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് പണ്ടവർ തിരിഞ്ഞിരുന്നത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിരുന്ന സ്വഹാബത്തിനെ മുനാഫിഖീങ്ങള്, ജൂതന്മാര്, ക്രൈസ്തവരൊക്കെ വിമർശിച്ചു. ഞങ്ങൾ തിരിയുന്നിടത്തേക്ക് തന്നെ നിങ്ങളും തിരിയുന്നു, ഞങ്ങൾ ശിർക്കന്മാരാണെന്ന് നിങ്ങൾ പറയുന്നു, എന്നിട്ട് ഇങ്ങോട്ട് തന്നെയാണോ തിരിയണത്? അപ്പൊ സ്വഹാബത്തിനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? കഅബാലയത്തിലേക്കൊന്ന് തിരിയാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് തിരിഞ്ഞു തുടങ്ങിയോ? ഇല്ല, കാത്തിരുന്നു. ആ കാത്തിരിപ്പ് വരെ ഖുർആൻ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഖദ് നറാ തഖല്ലുബു വജ്ഹിക ഫിസ്സമാ വലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഖദ് നറാ തഖല്ലുബു വജ്ഹിക ഫിസ്സമാ. നബിയേ, അങ്ങയുടെ മുഖം ആകാശത്ത് കറങ്ങുന്നത് നാം കാണുന്നു. എന്താണ് ആ കറക്കത്തിന്റെ കാരണം? നോക്കുകയാണ് ജിബ്രീൽ വരുന്നുണ്ടോ എന്ന്. എന്തിന്? ആ ഒരു പെർമിഷൻ കിട്ടാൻ. ഏത് പെർമിഷൻ? കഅബാലയത്തിലേക്ക് തിരിയാനുള്ള പെർമിഷൻ കിട്ടാൻ. കഅബാലയത്തിലേക്ക് തിരിയാൻ നല്ലതല്ലേ? കിതാബിലൊന്നും ആവശ്യമല്ല, ഹദീസിലൊന്നും ആവശ്യമല്ല. നല്ലതാണെന്ന് പള്ളിയിലെ മുസ്ലിയാർക്ക് തോന്നിയാൽ ചെയ്യാമെന്ന നിങ്ങളുടെ അബദ്ധവാദം മുടിയും ചട്ടിയും പൊടിയും ഒക്കെ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഹിജ്റ 1000 കൊല്ലങ്ങൾക്ക് ശേഷം കഴിഞ്ഞതിന് ശേഷം മാത്രം വന്ന ചില ഏടുകളും കിതാബുകളും ഇസ്ലാമാക്കാൻ വേണ്ടി ഈ സാധുജനങ്ങൾ, നിങ്ങളെ വിശ്വസിച്ച് ദീനേൽപ്പിച്ചിരിക്കുന്ന ഈ സാധുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഏർപ്പാടില്ലേ, ആ ഏർപ്പാടുകൾക്ക് ന്യായമില്ല എന്നതിന്റെ എന്റെ 3ാമത്തെ തെളിവാണ് ഞാൻ ഉദ്ധരിച്ചു കഴിഞ്ഞത്. 3 ആയത്തും കൂടി ഒറ്റ എണ്ണിയിട്ടുള്ളൂ, പ്രത്യേകം കേൾക്കുക. ഇനി 5ാമത്തെ കാര്യം എന്താ? 4ാമത്തെ കാര്യം എന്താ? മഖാമു ഇബ്രാഹിമിൽ 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു പൂതി. ഇവിടെ പ്രസംഗിച്ച മുസ്ലിംമാരുടെ വാദം അനുസരിച്ച് എന്താ ചെയ്യേണ്ടത്? ഖുർആനിലും സുന്നത്തിലൊന്നും ആവശ്യമല്ല, നേരെ മഖാമു ഇബ്രാഹിമിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, നബിയെ
മക്കാമു ഇബ്രാഹിമിലൊന്ന് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. എന്താ മക്കാമു ഇബ്രാഹിം? കാമെന്ന് പറഞ്ഞാൽ നിന്നു എന്നാ, നിൽക്കുന്ന സ്ഥലം. നമ്മളെ നാട്ടിൽ കിടക്കണ സ്ഥലത്തിനാ മക്കാമു എന്ന് പറയാം അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയെ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന സ്ഥലത്തിനാണ് മക്കാമു ഇബ്രാഹിം എന്ന് പറയാ. ആ മക്കാമു ഇബ്രാഹിമിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കട്ടെ. നമ്മുടെ ചില ആളുകളുടെ വാദമനുസരിച്ച് എന്താ, 2 റക്അത്ത് സുന്നത്തല്ലേ, 4 സുജൂദ് കിട്ടണില്ലേ, 2 റുക്കൂഅ് കിട്ടണില്ലേ, അതിനെന്താ കുഴപ്പം? മക്കാമു ഇബ്രാഹിം മഹത്തുള്ള സ്ഥലല്ലേ? അദ്ദേഹം നിസ്കരിച്ചില്ല, നേരെ പോയി മുത്തുനബിയോട് പെർമിഷൻ ചോദിച്ചു. പ്രവാചകൻ കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. നബിൻ ചെയ്തോന്ന് പറഞ്ഞില്ല, കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. കാത്തിരുന്നു. അപ്പൊ ആയത്ത് വന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മഖാമിനെ നിങ്ങൾക്ക് ആരാധനക്കുള്ള ഇടമായി സ്വീകരിച്ചോളൂ. കോടിക്കണക്കിന് ഹജ്ജാജുമാര് മഖാമു ഇബ്രാഹിമിൽ പോയി നമസ്കരിക്കുന്നു. രാവും പകലും വ്യത്യാസമില്ലാതെ അവിടെ സുജൂദുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ആയത്താണ് പ്രിയപ്പെട്ടവരെ. ഇനി അടുത്തത് പിടിച്ചോ, നിങ്ങള് 4-മത്തത് പിടിച്ചോ. എന്താ 4-മത്തത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അവരെടുത്ത് ആരൊക്കെ വരുന്നു? അവരെടുത്ത് യദ്ഖുലു അലാ നിസാഇകൽ ബിർറു വൽ ഫാജിർ, നിങ്ങളുടെ ഭാര്യമാരുടെ റൂമുകളിൽ നല്ലവരും ചീത്ത ആളുകളും ഒക്കെ കടക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്കൊരു മറ സ്വീകരിച്ചുകൂടെ നബിയേ. നല്ല കാര്യല്ലേ? പെണ്ണുങ്ങളെ കാണാൻ പറ്റൂലല്ലോ, ഫാജിരിങ്ങളെ വരാനും സാധ്യതയുണ്ട്. ശരി, എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് വേഗം സ്വീകരിച്ചോന്നല്ല. ഇവിടെ പറഞ്ഞ മുസ്ലിയാരെ വാദം അനുസരിച്ച് എന്താ വേണ്ടത്? കിതാബിലും സുന്നത്തിലൊന്നും വേണ്ട, വഹീന്റെ പിന്തുണ വേണ്ട. ഓരോരുത്തർക്കും നന്മയെന്ന് തോന്നുന്നുണ്ട് ചെയ്താൽ മതി, അസിലുണ്ടായാൽ മതി. ഔറത്ത് മറക്കണം എന്നുള്ളത് അസിലാ. ഔറത്ത് മറക്കണം എന്നുള്ള അസിലുണ്ടായിട്ടും പ്രവാചകൻ കാത്തിരുന്നു. ആയത്ത് വന്നപ്പോഴോ അപ്രകാരം നിർവഹിച്ചു. ഇനി പിടിച്ചോ 5-മത്തത് എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പ്രവാചകൻ അന്നൊരു പുതിയ ദിക്ർ പഠിപ്പിച്ചു. സുന്നത്ത് എന്നുള്ള നിലക്ക് നമ്മളൊക്കെ നടപ്പിലാക്കേണ്ട ദിക്ർ. നിങ്ങളെല്ലാവരും ഒരു പേപ്പറിൽ എഴുതിയിട്ട് ബെഡ് സ്വിച്ചിന്റെ അടുത്ത് ഒട്ടിച്ചു വെക്കേണ്ട ദിക്ർ. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കണ മോനോട് ഉമ്മ വിളിക്കുമ്പോ മോനെ ചോറ് കഴിച്ച ഉമ്മന്റെ കുട്ടി എന്ന് ചോദിക്കണ കൂടെ ചോദിക്കേണ്ട ദിക്ർ. മന്റെ കുട്ടി ദിക്ർ ചൊല്ലി ഉറങ്ങണട്ടോ എന്ന് പറയേണ്ട ദിക്ർ ഏതാ? വജ്ജഹ്തു വജ്ഹിയ ഇലൈക വൽജഹ്തു വഹ്രി ഇലൈക എന്ന് തുടങ്ങുന്ന ദിക്ർ, എന്ന് തുടരുന്ന ദിക്ർ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ. ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിപ്പോരുന്നിടത്തുണ്ട്, വബിനബിയികല്ലദീ അർസൽത, ഞാൻ എന്റെ മുഖം നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു, ഞാൻ എന്റെ എല്ലാം നിന്നിലേക്ക് തന്നിരിക്കുന്നു, നീ ഇറക്കിയ കിതാബിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിനബിയികല്ലദീ അർസൽത, നീ നിയോഗിച്ച നബിയിലും വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ഇത് പഠിച്ചൊരു സഹാബി അപ്പം തന്നെ നബിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനൊന്ന് ചൊല്ലിത്തരട്ടെ, നിങ്ങളൊന്ന് നോക്കുവോ അല്ലേ? അങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ഈ സ്വഹാബി ചൊല്ലി, വബി റസൂലികല്ലദീ അർസൽത, അങ്ങ് നിയോഗിച്ച അള്ളാഹുവെ നീ നിയോഗിച്ച റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നബി എന്നുള്ള വേർഡ് മാറി റസൂൽ എന്നായി. എന്താ യഥാർത്ഥത്തിൽ പ്രവാചകൻ ഏറ്റവും ഫിറ്റ് ഏതാ? റസൂൽ എന്നാണ്, നബി എന്നല്ല. വേദം കിട്ടി, സ്വതന്ത്രമായ ശരീഅത്ത് കിട്ടി, പ്രബോധന ഉത്തരവാദിത്വം കിട്ടി, അങ്ങനത്തെ ആൾക്കാർ റസൂൽ എന്ന് പറയാം. ഒരുപാട് ഭിന്നാഭിപ്രായങ്ങളുള്ള മസലയാണ്. എന്നാൽ പോലും എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ സുഹൃത്തുക്കളെ, ഇവിടെ ക്ലിയർ ആയി നമുക്ക് മനസ്സിലാകുന്നു റസൂൽ തിരുത്തി നബിയികല്ലദീ അർസൽത തന്നെ പറയണം. അയ്മന്ന് എന്ത് കിട്ടി? നല്ലത് ഇന്നതാണ്, അതുകൊണ്ട് അത് ചെയ്യാന്നുള്ളത് ഇസ്ലാമിൽ ഇല്ല. ഇനി നിങ്ങൾ നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട അബൂ മൂസൽ അശ്അരി പള്ളിയിൽ വരുമ്പോ ശരിക്ക് കേട്ടോളി, മുസ്ലിയാക്കന്മാരോട് ചോദിക്കണം, ഉസ്താദന്മാരോട് ചോദിക്കണം, താജു ഇങ്ങനെ പ്രസംഗിച്ചിരുന്നു അങ്ങാടിയിൽ, ഇങ്ങനെ ഉണ്ടോ, എന്താണ് എന്റെ ശരി, അതല്ല അവൻ കള്ളത്തരം പറഞ്ഞതാണോ, ഈ ചരിത്രം ഉണ്ടോന്ന് പഠിക്കണം, എന്നാലും നമുക്കൊക്കെ തിരിയും, മൊത്തം മസല തിരിയും. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളി ചെന്നപ്പോ ആളുകൾ വട്ടത്തിലിരുന്ന് ദിക്ർ ചൊല്ലുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം, സുബ്ഹാനല്ലാഹ് 100 വട്ടം, അല്ലാഹു അക്ബർ 100 വട്ടം, അങ്ങനെ ചൊല്ലാണ്. നല്ല കാര്യല്ലേ, പോയിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കുഴപ്പമുണ്ടോ? അല്ലാഹു അക്ബറിന് കുഴപ്പമുണ്ടോ? സുബ്ഹാനല്ലാഹ്ക്ക് കുഴപ്പമുണ്ടോ? അതേ നേരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ ഒരു കാര്യം പള്ളിയിൽ കണ്ടു എന്ന് പറഞ്ഞു. എന്താ അദ്ദേഹം ചോദിച്ചെന്നറിയോ? അവരോട് നിനക്ക് അവരെ തിന്മ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? എന്തേ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അസിലില്ലേ മുസ്ലിയാരെ? അസിലുണ്ട്. സുബ്ഹാനല്ലാഹുവിന്റെ മഹത്വം പഠിപ്പിച്ചിട്ടില്ലേ? അല്ലാഹു അക്ബറിന്റെ മഹത്വം പഠിപ്പിച്ചിട്ടില്ലേ? പള്ളിയിൽ വട്ടത്തിൽ ഇരിക്കലില്ലേ? ഒക്കെ ഉണ്ട്. പക്ഷേ പള്ളിയിൽ വട്ടത്തിലിരുന്ന് പ്രത്യേകം സമയം നിശ്ചയിച്ച് എണ്ണം പിടിച്ചുള്ളൊരു ദിക്റില്ല. എത്ര വട്ടം വേണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. പ്രത്യേകം എണ്ണം നിശ്ചയിച്ച ദിക്റിന്റെ എണ്ണം മാറ്റാനും പാടില്ല, പ്രത്യേക എണ്ണം നിശ്ചയിക്കാത്തതിന് എണ്ണം പറയാനും പാടില്ല. ഇപ്പോ നമ്മളെ ഇവിടെ 3-ന്റെ അന്ന് ദിക്ർ ഉണ്ടാലുണ്ട്. എന്റെ വല്യമ്മ മരിച്ചെന്ന് ആദ്യമായിട്ട് നടപ്പിലാക്കി, പാപ്പോടുണ്ട് അല്ലെ? നമ്മളൊക്കെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങളല്ലേ നടപ്പിലാക്കി? നമ്മളെ നടപ്പിലാക്കി.
മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ മദ്യപിച്ചിട്ടുണ്ട്. പിന്നെ മദ്യം വേണ്ടാന്ന് അറിഞ്ഞപ്പോ മക്കക്കാരെടുത്ത് ചോദിച്ചോ, ആ നിലവാരത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. മൂന്നിന്റെ അന്ന് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടെങ്കിൽ ഖദീജ ബീവിന്റെ പേരിൽ നടക്കും, ഫാത്തിമ ബീവിന്റെ പേരിൽ നടക്കും, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേരിൽ നടക്കും. അത് കിതാബിൽ ഉണ്ടാകും. അത് ചെയ്താൽ തന്നെ നമുക്ക് സ്വർഗം കിട്ടും. സ്വർഗം കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിന്റെ പുറത്ത് എക്സ്ട്രാ സിലബസ് അത് നമുക്ക് ആവശ്യമല്ല. അതാ പറയണത്. രണ്ടുപേരും വന്നു പള്ളിയിൽ ഇരിക്കുന്നവരോട് ഇബ്നു മസ്ഊദ് ചോദിച്ചാൽ എന്താറിയോ, എന്താടോ ഇത്, മുത്ത് റസൂലുള്ളാഹിയുടെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, പാത്രം പൊട്ടിപ്പോയിട്ടില്ല, അവിടുത്തെ സ്വഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല, അതിന്റെ മുമ്പ് ഇസ്ലാമിൽ പുതിയ ആചാരം ഉണ്ടാക്കുകയാണോ? അതാ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുഴപ്പമുണ്ടോ? ഒരു ശിർക്കുമില്ല. എന്നിട്ട് നിങ്ങൾ കേട്ടോളൂ, ഈ ദിക്ർ ഹൽക്കക്കാരെ പിന്നെ എപ്പോഴും എവിടെ കണ്ടേ? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ വാളെടുത്തു വന്ന ഖവാരിജികളുടെ കൂട്ടത്തിൽ ഓരുണ്ടായിരുന്നു. അതുകൊണ്ട് തീവ്രവാദത്തിന്റെ അക്കൗണ്ട് അങ്ങോട്ട് തിരിച്ചു വാങ്ങിയാൽ മതി, ഇങ്ങോട്ട് തരണ്ട. ഇവിടെ കാര്യമായിട്ട് സമർത്ഥിക്കാൻ ശ്രമിച്ചതാ. ലോകത്തെ മൊത്തം ഇതിന്റെ ഒക്കെ ഭാഗമായുള്ള തീവ്രവാദം അത് ആരാ? മുജാഹിദ് പ്രസ്ഥാനാണ് എന്റെ ആൾക്കാര്, അല്ലേ? മുജാഹിദ് പ്രസ്ഥാനാണ് എന്റെ ആൾക്കാര്. ഞങ്ങൾക്ക് ഇവിടെ പറയാനും ഉദ്ധരിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. മണ്ണുമാന്തി യന്ത്രം കാണുമ്പോ സെല്യൂട്ട് അടിച്ചിരുന്ന ഒരു കാലം ചില ആൾക്കാർക്ക് ഉണ്ട്. ആ ജാതി രീതിയും ഭാഷയും ഞങ്ങൾ ഉദ്ദേശിക്കാത്തോണ്ടാ. ഞങ്ങൾക്ക് ആയത്തും ഹദീസും തന്നെ അവിടെ ഇഷ്ടം പോലെ ഉദ്ധരിക്കാനും വിഷയങ്ങൾ തെളിയിക്കാനും